ഇന്ന് നല്ലൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയെല്ലാം മുറിച്ച് വെച്ചു. ഇനി നമുക്കിത് അച്ചാറിടാം. 1 കപ്പ് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് മാങ്ങയിലിട്ട് പെരക്കി വെക്കാം. കുറച്ച് കഴിഞ്ഞാൽ അത് മാങ്ങേൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ വരും, ഉപ്പിട്ടത് കൊണ്ട്. ആ വെള്ളം നമ്മൾ ഊറ്റി മാറ്റി വെക്കണം കേട്ടോ. മാങ്ങയെന്ന് ആ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയ ശേഷം നല്ലോണം വെയിലത്ത് ഉണക്കാൻ വെച്ചു. അച്ചാറിടാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അതിന് കടുക്, ഉലുവ, വെളുത്തുള്ളി, മുളക് പൊടി, എണ്ണ, ഇത്രയാണ് വേണ്ടത്. കുറച്ച് കായം കൂടി വേണം, അത് പിന്നെ ഞാൻ ഇടുമ്പോൾ കാണിക്കാം. തന്നെ ചീനച്ചട്ടിയിൽ കടുക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അധികം പൊട്ടി അതാവേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാക്കിയ ശേഷം അത് ഒന്ന് പൊടിച്ചെടുക്കാം. വല്ലാതെ പൊടിയാൻ പാടില്ല, തരിയായിട്ടാണ് പൊടിച്ചെടുക്കാം. ഇനി ഉലുവ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ചൂടാക്കി നല്ലൊരു മണം വരും ഉലുവയ്ക്ക്. പിന്നെ പൊട്ടാൻ തുടങ്ങും. ആ സമയത്താണ് എടുത്ത് മാറ്റേണ്ടത്. ഉലുവ എടുത്ത് മാറ്റി അതിന് ശേഷം വീണ്ടും ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചു. എണ്ണയൊഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. എള്ളെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് എള്ളെണ്ണയാണ്. എള്ളെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്തു. നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനൊന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെച്ചു. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടാനിട്ടു. കടുക് പൊട്ടിയ ശേഷം കുറച്ച് വെളുത്തുള്ളി ഇറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. വാടി വന്നാൽ മാത്രം മതി കേട്ടോ, ചുമന്ന് പോകാൻ പാടില്ല. വെളുത്തുള്ളി ഞാൻ എടുത്ത് മാറ്റി എണ്ണയിൽ മസാലകളൊക്കെ ചേർക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നല്ല കളറുണ്ടാകും കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ. അത് കൂട്ടി നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഉലുവ പൊടിച്ചത് ഇടാം. പിന്നെ കടുക് തരതരെ പൊടിച്ചത് അതും ഇടാം. കടുക് പരിപ്പ് വാങ്ങിക്കാൻ കിട്ടും, അതിട്ടാലും മതി ഇട്ടാം. മാങ്ങ ഉപ്പിട്ട് വെച്ച ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു. ഇതിപ്പോൾ ആ മാറ്റി വെച്ച വെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നോക്കി ഒഴിക്കാം. ഇപ്പോൾ സ്റ്റൗ കത്തുന്നില്ല കേട്ടോ. ഈ എണ്ണയിലേക്ക് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കടായി വെച്ചു. കടായിൽ എണ്ണ ഒഴിച്ച് കായം എണ്ണയിലൊന്ന് വറുത്തു കോരി, എന്നിട്ട് ഞാനത് പൊടിച്ചു കൊണ്ടുവന്നു. മാങ്ങ വെയിലത്ത് വെച്ച് ഉണക്കിയതുകൊണ്ട് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ബാക്കി വന്ന ഉപ്പുവെള്ളം കൂടി നമുക്ക് മസാലയിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മസാലകളെല്ലാം മാങ്ങയിലേക്ക് ഇടാം. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ള ഉപ്പുവെള്ളം കൂടി ചേർക്കാം. ഇതിലൊട്ടും വിനീഗറും ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. എണ്ണയും ഉപ്പുവെള്ളവും മാത്രമാണ്. ഉപ്പുവെള്ളമെല്ലാം ഒഴിച്ച് ഇളക്കിയെടുത്തു. ആ കായപ്പൊടി കൂടി ചേർത്താലാണ് അച്ചാറിൻ്റെ നല്ലൊരു സ്മെല്ല് വരാം. ചില്ലി ഫ്ലേക്സ് ഞാനൊന്ന് ചീനച്ചട്ടിയിൽ ചൂടാക്കിയിടുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. വീണ്ടും നേരത്തെ എടുത്ത് മാറ്റി വെച്ച വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ അകത്തിട്ട് കൂട്ടി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം. ഇപ്പം തന്നെ നല്ല മാങ്ങ അച്ചാറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഒരാഴ്ച ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്നപ്പോഴത്തേക്ക് അടിപൊളി അച്ചാർ റെഡി.